അപ്പോൾ ഇപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിനുള്ളിൽ തന്നെ നമ്മുടെ സുധിച്ചേട്ടന്റെ ആണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു. അപ്പം ഓൾമോസ്റ്റ് എല്ലാരും കഴിഞ്ഞ വർഷത്തെ അറിയാലോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലേട്ടന്റെ പടം മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6-നല്ലേ റിലീസ് അല്ലേ. ഒരുപാട് കഴിഞ്ഞ എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചേരും ഞാൻ കേട്ടില്ലേ. ക്ഷണിക്കുന്നുമില്ല, ഒരു ചടങ്ങുമില്ല, ഒന്നുമില്ല. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കുക. എവിടെയായിരുന്നാലും സുചേട്ടന്റെ ആത്മാവിന് നല്ലത് കൊടുക്കട്ടെ, നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഡെത്ത് ആനിവേഴ്സറി, ഈ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പക്ക ഡ്രാമ, വെറുതെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയ ഒരു ഒന്നാന്തരം. ആരാളാ രേണുവിന് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്? നീയൊക്കെ കണ്ടുപടി, ആ സാധനം പോയി കണ്ടുപടി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അത് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കാസ്റ്റിംഗ് നല്ല ഒന്നാന്തരം ബാബാഭിനയം, നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നുള്ള സൂപ്പറാ. വെള്ളം വെള്ളട്ട് ഇറങ്ങിയിരിക്കുക വേറൊരു പിശാച്. ആദ്യം തന്നെ രേണു ഏതോ ഒരു സംഭവത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ചാണ് രേണുവിന് ഓർമ്മ വന്നത്, അയ്യോ നാളെയാണല്ലോ എന്റെ സുധിച്ചേട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി, എന്നാ കുറച്ച് സാഡിനെസ് അങ്ങോട്ട് ഇട്ടേക്കാം. ഓൺലൈൻ മീഡിയ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഓൺലൈൻ മീഡിയ ഇപ്പൊ വന്ന് ചോദിക്കുകയാണ് രേണുവിന് എന്താണ് പറയാനുള്ളത്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ രേണു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടേക്കാം. ഓക്കെ, കാണുക. കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ ഞാനത് ഓർക്കാതാണ്. ഇത്രയും നേരം ഷൂട്ടിലായിരുന്നു. അങ്ങനെ ഓർക്കുമെന്ന് നിങ്ങൾ പറയും. ഞാൻ ഷൂട്ടിൽ ഞാൻ അഭിനയം എന്റെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുധിച്ചേട്ടനുള്ള ഒന്നുമില്ല. ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആണ്, അല്ല കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് അതിനോട്. മനസ്സിലായി? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? Please, ഈ വിസ്കേപ്പിച്ച് 100ാം തവണയാണ് താൻ എന്നോട് പ്രസംഗിക്കുന്നത്. അത് ഓർത്ത് കഴിഞ്ഞാൽ ഡൗൺ ആകും. നമ്മൾ കാണുന്നുണ്ട് രേണു ഇങ്ങനെ ഡൗൺ ആയി അഭിനയിച്ച് പല സീൻസും അഭിനയിക്കുമ്പോൾ ഡൗൺ ആയി പോകും. നമ്മൾ കാണുന്നുണ്ട് ഡൗൺ. നിർത്താവുമ്പോഴാണല്ലോ ഞാൻ പറയുന്നില്ല. നാളത്തെ എന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നേ ഈ ഒരു സമയത്ത് സുചേട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലുണ്ട്. തലേന്നും എല്ലാം ഉണ്ടായിരുന്നു. ആള് പ്രോഗ്രാമിന് പോയി. ഇപ്പൊ ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ലാസ്റ്റ് വിളിച്ചത് എന്നെ പ്രോഗ്രാമിന് കയറുവാന്ന് പറഞ്ഞ ഒരു 7:30 ആയപ്പോൾ വിളിച്ച് അവിടെ ഞാൻ സ്റ്റേജിൽ കയറുവാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ആള് സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചത് 12 കഥ പറച്ചില്ല, ഓടിച്ചുകളെ അവസാനം മാത്രം കേട്ടാ മതി. 2 വർഷത്തെ മുന്നത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. 2 വർഷത്തെ മുന്നത്തെ കഥയാണ്. ഇപ്പൊ കഥ മാറി, റോള് മാറി, എല്ലാം മാറി. ഇപ്പൊ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഫുൾ ഓൺ ആക്ഷൻ. പുള്ളി പോലും വിചാരിച്ചില്ല കഥ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മാറുമെന്ന്. ഇനി നമുക്ക് ഈ കഥ മാറിയല്ലോ, ഈ മാറിയ കഥ നമുക്ക് കാണാം. സാധാരണ നമ്മള് ഒരാളെ കല്യാണം വിളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരാളെ ഡെത്ത് ആനിവേഴ്സറി വിളിക്കുന്നതും 2 രീതിയിലായിരിക്കും. പക്ഷെ രേണുവിനൊക്കെ ഒരൊറ്റ സ്റ്റൈലേ ഉള്ളൂ. ഇനി രേണു തന്റെ കൂട്ടുകാരെ സുധിച്ചേട്ടന്റെ നാളെ ഡെത്ത് ആനിവേഴ്സറി ആണ്, എന്റെ വീട്ടിലോട്ട് എങ്ങനെ വരണമെന്ന് ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനൊന്ന് കാണാം. വളരെ വിഷമിച്ച് നാളെ എന്റെ സുധിച്ചേട്ടൻ, ഈ ഒരു വിഷമം അതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ വീഡിയോ ഒന്ന് വെച്ചേക്കാവേ. അപ്പം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നാളെ എല്ലാരും വരുമോ? 5-ാം തീയതി ചടങ്ങുണ്ട് സുചേട്ടൻ. എന്നെ വന്നപ്പോ തന്നെ എന്നെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. പറയണ്ടായിരുന്നു. അപ്പൊ തികയത്തില്ല. കുഴപ്പമില്ല, വന്നില്ലേലും ആരും തെറ്റിദ്ധരിക്കണ്ട. കല്യാണം അല്ലെങ്കിൽ പരാസ്തോലിയോ പാലിയാച്ചോ ഒന്നും വിളിച്ചതല്ല. മറ്റേ ആ ചടങ്ങ് നാളെ സുധിച്ചേട്ടൻ മരിച്ചുപോയതിന്റെ ചടങ്ങുണ്ട്, അത് വിളിച്ചതാ കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാനറിയാൻ കണ്ടപ്പോ ഞാൻ രേണു ഇനി പുതിയ വീടൊക്കെ വെച്ച് അതിന്റെ വല്ല വാലിയാച്ചനും വിളിക്കുമായിരിക്കും. നല്ല ലാഭമല്ല, ഇത് മറ്റേത് തന്നെ വിളിച്ചതാ. ദോഷം അപ്പൊ കറിയൊക്കെയുണ്ട്. അപ്പം കറിയും കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര. സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല, ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിടും. നാട്ടുകാര് വലിച്ച് രസിച്ച് മക്കളെ, കുറച്ചു മുമ്പ് ഈ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെയാണ് നിങ്ങൾ 2 ഭാവത്തിൽ അഭിനയിക്കുന്ന രേണുവിനെ കാണുന്നത്. ഇനി നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ
ജൂൺ 5-ാം തീയതി ആ ഡെത്ത് ആനിവേഴ്സറിയുടെ ഡേയില് നടക്കുന്ന കാര്യങ്ങൾ കാണാം. രാവിലെ രേണുവിന്റെ വീട്ടിലോട്ട് തള്ളിക്കേറി ചെല്ലുന്ന മീഡിയാസ്. രേണു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു, മീഡിയാസിനോട് സംസാരിക്കും. വളരെ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. സുപ്രഭാതം. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, വേണ്ട. സുധിലയും വീട് കാണിച്ചു, ചെറിയ ചെരുപ്പ് അകത്തോട്ട് കിടക്കുന്നു. വളരെ നാച്ചുറൽ ആണ്, വളരെ നാച്ചുറൽ ആയിട്ട് അകത്തോട്ട് കയറുന്നു. രേണു ഇതാ കടന്നു വരുന്നു. ആ ഗുഡ് മോർണിംഗ്, എണീറ്റതേ ഉള്ളു. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? എന്തുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്, എണീറ്റതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു വരുമ്പോ നിങ്ങൾ അവിടെ നിന്ന് വരണം, ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയും, നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാതെ കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം. ഇതാണ് സ്ക്രിപ്റ്റ്, ഇതാണ്. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അത്രേ ഉള്ളു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ? സത്യത്തിൽ ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യകതയുണ്ടോ? ഇവൻ ഈ ആണ്ടാന്ന് അറിഞ്ഞോണ്ടല്ലേ ഈ മൈക്കും ഈ ക്യാമറയും പിടിച്ചോണ്ടാണ് അങ്ങോട്ട് ചള്ളിക്കയറി ചെന്നത്. അല്ലാതെ എല്ലാ ദിവസവും എന്നിട്ട് ചെന്നിട്ട് ചോദിക്കാറുണ്ടോ എന്നാ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന്? അപ്പോ ഇതെല്ലാം പക്ക എന്താ പറയാ, ആളുകളിലോട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത്. ഇന്ന് 100% ഞാൻ യോജിക്കുന്നു. ദിവസത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് സുധിചേട്ടന്റെ ആണ്ടാണ് കേട്ടോ. എന്തൊരു അഭിനയം! ആരാണ് ആ രേണുവിന് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്? ഇനി കൈവിരൽ വരെ അഭിനയിക്കുന്ന കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേ സമയം വളരെ സിമ്പിൾ ആയിട്ട് ഈ കൊല്ലം സുധിയുടെ മകന്റെ ആ പയ്യൻ താമസിക്കുന്ന വീട്ടിൽ നടക്കുന്നുണ്ട്, ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഷോ ഓഫും കാര്യങ്ങളൊന്നുമില്ല, വേറെ സംസാരം ഒന്നുമില്ല, ഓവർ ആക്ടിങ് ഇല്ല, കോണ്ടന്റ് ക്രിയേഷൻ ഇല്ല, ഒന്നുമില്ല, ആ പരിപാടി ഒന്നുമില്ല. പക്ഷെ എന്നാൽ രേണുവിന്റെ കടന്നുവരവാണ് നെക്സ്റ്റ് ലെവലിലോട്ട് ഈ സാധനത്തിനെ കൊണ്ടുപോകുന്നത്. ഇനി കുറച്ച് ഭാവാഭിനയം നമുക്ക് കാണാം ഗൈസ്. നമ്പർ 1 കരച്ചിൽ. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് വല്ല ചാൻസും കൊടുക്കണം കേട്ടോ. അത്തരത്തിലുള്ള സാധനങ്ങളാണ്. മതിലിൻ ചാരി നിന്ന് കരയുന്ന രേണുവിനെയാണ് ഗൈസ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂം ചെയ്ത് പിടിക്കുന്നുണ്ട്. കണ്ണീരൊന്നും വരുന്നില്ല, എന്തോ പക്ഷെ തുടയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ എല്ലാവർക്കും കിട്ടാനുള്ള കിട്ടിയില്ല, ഇനി പോയിക്കൂടാ നിനക്കൊക്കെ. ഇനി ക്യാമറ നോക്കി കഴിക്കുന്നത് ഇത്ര കിട്ടിയില്ല, ഇന്നത്തേക്കുള്ള ആയില്ലേ, കണ്ടന്റ് ആയില്ലേ. ഇനി വേറൊരു കരച്ചിലൂടെ കാണാം ഗൈസ്. വിരലുകൾ ശ്രദ്ധിച്ചോണം, വിരലിനകത്താണ് അഭിനയം. കണ്ടോ ലാലേട്ടൻ വരെ മുണ്ട് മടക്ക് നിൽക്കും. ലാലേട്ടന് പോലും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ രേണുവിന്റെ ലെവലിനോട്. ആ രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേഷൻ ആണ് പുള്ളിക്കാരത്തി. ഇനി അടുത്തത് മകനെ കെട്ടിപ്പിടിച്ച് ഓട്ടോയിലിരുന്ന് കരയുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പക്ഷെ കണ്ണീരൊന്നുമില്ല, എന്തിനാണോ എന്തോ. സൂം ചെയ്ത് പിടിക്കുന്നുണ്ട്. മോന്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല. ക്യാമറ കാണുമ്പോ ഇങ്ങനെ എന്താണ് അടുത്തുള്ള അവിടെ പോയി ചാരി ഇന്നിങ്ങനെ, മകനാണെങ്കിൽ മകനെ കെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ മതിലാണെങ്കിൽ അവിടെ പോയി ചാരി ഇങ്ങനെ കരയുക. കണ്ണീരൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവർക്ക് ഇതൊക്കെ ഒറിജിനൽ ആണെന്ന്. പക്ഷെ അങ്ങനല്ല, ഇത് ഒറിജിനൽ അല്ല. കാരണം എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്നാണ് ഈ കരച്ചിലൊക്കെ സ്വിച്ച് ആവുന്നത്. വീട്ടിലോട്ട് തന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുവാണെങ്കിൽ വൈബ് അങ്ങ് മാറും. പിന്നെ വേറെ വൈബാണ്. ആ വൈബ് മാറുന്നത് കാണിച്ചു തരാം. ആരെ വെറുതെ നോക്കങ്ങോട്ട്. ഞാൻ വെറും തങ്കപ്പനല്ല. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. അയ്യോ, എന്റെ കല്യാണമാണ്. കല്യാണത്തിന് വന്ന ഗസ്റ്റിനെ ആനയിക്കുകയാണ്. ഇതും പോരായിട്ട് വേറൊരു ഒന്നാം തരം മരപ്പാഴ് ഗസ്റ്റ് ഉണ്ട്. അവന്റെ പരിപാടിയാണ് കാണേണ്ടത്. അളിഞ്ഞ ജോസ് പെരേര. എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. അവൻ ആരാന്ന് പോലും അറിയില്ല. കൊല്ലസുധി ആരാണെന്ന് പോലും. I will study one book only, but all kind of activities I don't know. ഇവനെയൊക്കെയാണ് വീട്ടിൽ കിട്ടിയേക്കുന്നത്. എന്റെ അവസാനം കാണിച്ചേ. എന്റെ 2 തുള്ളി കരച്ചിലുണ്ട്, അതാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ.
കരയുന്നു. എടാ നീ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ രേണുവിന്റെ കൂടെ അല്ലയോ നീ ഇപ്പൊ നിൽക്കുന്നത്? ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ച് പഠിക്ക് എങ്ങനെയാണ് മീഡിയസിനെ കാണുമ്പോൾ നിങ്ങൾ കരയേണ്ടതെന്ന്. എല്ലാവർക്കും എന്നെ മതി. എന്റെ പൊന്നു രേണു അവനൊന്ന് പറഞ്ഞു, അവനിതുവരെ കരയാൻ പോലും പഠിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ മാത്രം കരഞ്ഞാൽ മതി, അവനോടൊന്നും തെളിയട്ടെ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, കരച്ചിൽ നാടകങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം രേണു ആൻഡ് ടീംസ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലാണ് സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചോടുകളല്ല, നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട് ഹനുമാന്റെ ലങ്കാ ദഹനം. ആദ്യമായി വാരിക്കൊടുപ്പ് മത്സരം. രേണു ചെറുക്കന് വാരിക്കൊടുക്കുന്നു, ചെറുക്കന്റെ കൂടെ വന്ന പെങ്കൊച്ചിന് വാരിക്കൊടുക്കുന്നു, പെങ്കൊച്ചി രേണുവിന് വാരിക്കൊടുക്കുന്നു, മറ്റേ പയ്യൻ തിരിച്ചു വാരിക്കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാരിക്കൊടുത്ത് ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുവാണ് ഗൈസ്. അവിടെ അളിഞ്ചോസ് അല്ലേ ഇരിക്കുന്നത്? എടാ അവനോട് ആരെങ്കിലും ഒന്ന് വാരിക്കൊറ, അവൻ ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ ഉള്ള എല്ലാവർക്കും രേണു വാരിക്കൊടുത്ത് തിരിക്കുക. ആ അളിഞ്ചോസിനും കൂടെ രണ്ട് അപ്പം വാരി വെച്ച് കൊടുക്കായിരുന്നു. അവന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പാവം. അങ്ങനെ വാരിക്കൊടുപ്പും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി റീൽസ് ഷൂട്ടിംഗ് ആണ് ഗൈസ്. ഡ്രസ് ചേഞ്ച്, ഒരു ഫാമിലി ആയിട്ടുള്ള റീൽസ് ഷൂട്ടിംഗ് ആണ്. അതെ 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 അതെ. നിങ്ങൾ ആ ഡ്രസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നേരത്തെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഇപ്പോ റീൽസിന് ആ വൈറ്റ് ഡ്രസ്സ് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റീൽ ഷൂട്ട് ചെയ്യുന്ന രേണുവിനെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. നിങ്ങൾ എവിടെങ്കിലും കൊല്ലം സുധിയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എങ്ങും അവൈലബിൾ അല്ല. കാര്യം അന്ന് രേണു ഇത്ര ഫേമസ് അല്ല. പക്ഷെ ഇപ്പോ ഫേമസ് ആണ്. കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദുഃഖാചരണത്തിന് വൈറ്റ് നിർബന്ധം എന്ന് പറയുന്നതിന്റെ തൊട്ട് ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് റീൽസ് ഷൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വൈറ്റ് അത് പറ്റൂല. അത് ഭയങ്കര വേറൊരു മൂഡാണല്ലോ. പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ, ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. അതിട്ട് ചിലപ്പോ സുധിച്ചേട്ടനെ ഓർത്തു വല്ല റീൽസിനകത്ത് ചിരിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. അപ്പോഴത്തേക്ക് അത് മാറ്റി. ഇപ്പം ഈ ഒരു ലുക്കാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ അളിൻ ജോസിന്റെ ഡാൻസ് പെർഫോമൻസ് ആണ് ഗൈസ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വന്നത്. ഇവനെ ആ വീട്ടിൽ കയറ്റിയത് തന്നെ ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് ഈ പരിപാടി ഇവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. ഇവരുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൈകൊട്ടി തുള്ളിക്കടിക്കുന്ന രേണുവിന്റെ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ ലാലേട്ടന്റെ പടം മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 റിലീസ് അല്ലേ. ഒരുപാട് താങ്ക്സ്. ഈ പെരേരൊക്കെ ബോധമല്ലേ നോക്കാം. പക്ഷെ ഈ രേണു എന്താണ് ഈ കാണിക്കുന്നത്? ഇത്രയും പ്രിയപ്പെട്ട ഒരാളുടെ ചരമവാർഷിക പരിപാടിയിൽ പെരേര ഇങ്ങനെ കോമാളിത്തരം കാണിക്കുമ്പോൾ അത് തടയേണ്ട ആളല്ലേ രേണു? അതിന് പകരമുണ്ട് തുള്ളി കളിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. 2 വർഷമായിട്ടുള്ള സുധിച്ചേട്ടൻ മരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡാൻസും പരിപാടിയും ഒക്കെ നടത്താൻ വേറെ എത്ര ദിവസങ്ങളുണ്ട്? സുധിയുടെ ചരമവാർഷികത്തിനാണെങ്കിലും ഇതൊക്കെ ഒഴിവാക്കി കൂടായിരുന്നു. ഈ നാറിയെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് അവന്റെ കോപ്രായം, അവന്റെ ഡാൻസ് അത് എവിടാണ്? വല്ല കല്യാണ വീട്ടിലോ അല്ല വേറെ എവിടെങ്കിലും ഉത്സവത്തിനാവുന്നതാണെങ്കിൽ വേണ്ടിയില്ല. ഒരു മനുഷ്യന്റെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറി ആഘോഷിക്കുക. എന്നാ പിന്നെ അല്ല വന്നവർക്ക് അവരുടെ കുപ്പിയും എടുത്ത് കൊടുക്കാൻ എന്ത്? അതിന് അടിച്ചങ്ങോട്ട് ആഘോഷിക്കട്ടെ. ഞാൻ ഇവിടെ കാണുമോ എനിക്കറിയില്ല. ഞാൻ എവിടെയാണെന്നാലും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഒരു ചടങ്ങുമില്ല. 3ാമത്തെ വർഷമായി. നമ്മുടെ ചടങ്ങെല്ലാം 2 വർഷം കൊണ്ട് കഴിഞ്ഞു. ഒരു ചടങ്ങുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, ഇവിടെ അടുത്തൊരു അനാഥാലയത്തിൽ കുറച്ച് കുഞ്ഞു പിള്ളേരുണ്ട്. അവർക്ക് ഋതപ്പനൊക്കെ കൊണ്ടുപോയി ചോറ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കണം. അതേ എൻ്റെ ആഗ്രഹമുള്ളൂ. അതാണ് അപ്പൊ ഈ വർഷത്തെ പ്ലാൻ. ഒരു പ്ലാൻ അതേ ഉള്ളൂ. അത് ചടങ്ങൊന്നുമില്ല. ചേച്ചി ഇപ്പൊ പെരുന്നാളിന് പോവുകയാണെങ്കിൽ, ഞാനിപ്പോ പോവുകയാണെങ്കിൽ തന്നെ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകും. കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും. അല്ലാതെ കഴിഞ്ഞ വർഷമൊന്നുമില്ല. ഒരു പള്ളിയിലച്ഛനോ ആരോ വന്നൊന്നും പ്രാർത്ഥനയൊന്നുമില്ല. കാരണം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. 2 വർഷം കഴിഞ്ഞല്ലോ, പ്രാർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആത്മാവിനെ നിത്യശാന്തി കിട്ടണേ. DJ കൂടെ സെറ്റ് ആയിരുന്നല്ലോ. ഇതാണ് ഇവരുടെ നിലവാരം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? നിങ്ങളൊന്ന് പറ. ഒരു കാര്യം ഞാൻ പറയാം, ഇവർ നല്ല അട്ടർ ഫേക്കാണ്. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല. ഇവരുടെ തനിക്കൊടം നിങ്ങൾ അറിയാതിരിക്കുന്നതേ ഉള്ളൂ. മക്കളെ എഴുതി വെച്ചോ. എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, അറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടപ്പട്ടി.